ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ നല്ല ഭംഗിയായിട്ടുള്ള, എപ്പോഴും ഈ ഭംഗിയായിട്ടുള്ള എന്ന് പറയുന്നില്ലേ, ഞാൻ ഏത് സമയം അങ്ങനെയാട്ടോ പറയുന്നത്. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു അവരൊക്കെ പറയുന്ന നല്ല രസമായിട്ടുള്ള എന്നാണ് കേട്ടോ. അപ്പൊ ഈ രസമായിട്ടുള്ളതാന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങ് ശരിയാവുന്നില്ല കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോ സൂത്രമല്ലേ. അപ്പൊ ഞാൻ ഈ പഠിച്ചിരിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള, അപ്പൊ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ഭംഗി എന്നൊക്കെ എഴുതി പഠിക്കത്തില്ലേ, അതുപോലെ എഴുതി പഠിക്കുന്ന പോലെ ഞാൻ പഠിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല ടേബിൾ റണ്ണേഴ്സ് ആണ്. ഈ ടേബിൾ റണ്ണേഴ്സ് നമുക്ക് വേണമെങ്കിൽ ക്രിസ്മസിന് ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി യൂസിന് ഇടാൻ പറ്റുന്ന ടേബിൾ റണ്ണർ ആണ്. റെഡ് കളറാണ്. ഇതിനകത്ത് ഫുള്ളായിട്ട് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ എംബ്രോയിഡറി ആണ്. നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ, നല്ല ഗോൾഡൻ കളർ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന, ഇത് കൈ കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇടയ്ക്കൂടെ ഇതുപോലെ ലൈൻസ് വരുന്ന എംബ്രോയിഡറി ആണ് കേട്ടോ. അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കുറച്ച് മെഷിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള നല്ല എംബ്രോയിഡറി ചെയ്ത നല്ല റണ്ണേഴ്സ് മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ്. ഇനിയുള്ളതുണ്ടല്ലോ നല്ല ഒരു ക്രീം കളറിൽ മേരി ക്രിസ്മസ് എഴുതിയിരിക്കുന്ന ഒരു റണ്ണറാണ് കേട്ടോ. ഈ റണ്ണറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഫുള്ളായിട്ട് മേരി ക്രിസ്മസ് എഴുതിയിരിക്കുന്ന എംബ്രോയിഡറി ആണ്. ഈ ഒരു കിളി എംബ്രോയിഡറി ആണ്. ഭയങ്കര ക്ലാസ് ലുക്കാണ്. അതായത് ഒരുപാട് ബഹളമൊന്നും വേണ്ടെങ്കിൽ നല്ല ക്വയറ്റ് ആൻഡ് കാം ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ഒരു തീമിലൊക്കെ നല്ല സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്നതാണ്. എന്നെപ്പോലെ ഈ ബഹളം വെച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. കാരണം വെച്ചാൽ ചില സമയത്ത് നമുക്കിങ്ങനെ ഭയങ്കര സട്ടിലായിട്ടൊക്കെ കിടക്കുന്നതാണല്ലോ ഇഷ്ടം. അപ്പൊ എനിക്ക് ഇത് വന്നപ്പോൾ വളരെ ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരെണ്ണം എടുത്തിട്ട് മാറ്റി വെച്ചു. അപ്പൊ ഇത് കണ്ടോ, യൂഷ്വലി അങ്ങനെ ഒന്നും ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കാറില്ല കേട്ടോ. പക്ഷെ നമ്മൾ ആദ്യം നമ്മളെക്കുറിച്ച് ചിന്തിക്കണം, പിന്നെയാണ് ചുറ്റുപാടുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത്. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ അടുത്തുണ്ടല്ലോ നമ്മൾ എപ്പോഴും അകന്ന് നടക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ ഫുൾ നെഗറ്റീവായിട്ട് നമ്മുടെ ലൈഫിലോട്ട് ഉള്ള വൈബ്സ് എല്ലാം വരും കേട്ടോ. പിന്നെ നമ്മൾ ചില സമയത്ത് ഈ ശരിയാവോ എന്ന് ചില ആൾക്കാരോട് പോയി ചോദിക്കും. അപ്പം ആക്ച്വലി എന്നാ പറയാ, അത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ഈ പൊട്ടന്മാർക്ക് അത് മനസ്സിലാവാതെ, അയ്യോ ഇവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല കേട്ടോ. നമുക്കൊരു ആശ്വാസം കിട്ടാനല്ലേ ഇതൊക്കെ പോയി ചോദിക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിത് മോളെ ചക്കര ഇത് ശരിയാവും എന്നൊക്കെ അങ്ങ് പറഞ്ഞു, അല്ലെങ്കിൽ ഇത് ശരിയാവും എന്നൊക്കെ പറഞ്ഞാലേ പിന്നെ ചാടി അന്നത്തെ ദിവസം വീട്ടിലെ ജോലി എടുക്കും, സ്റ്റോറിലെ ജോലി എടുക്കും, പിന്നെ എല്ലാ പണിയും ചെയ്യും കേട്ടോ. അപ്പൊ ഇന്ന് കാണിച്ച ഈ 2 റണ്ണേഴ്സ് നല്ല പ്രീമിയം ക്വാളിറ്റി റണ്ണേഴ്സ് ആണ്. ഇതെല്ലാം നല്ല തിക്കായിട്ടുള്ള റണ്ണേഴ്സ് ആണ്. ടേബിൾ ആക്ച്വലി വിരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല കേട്ടോ. ഈടായിട്ട് ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പൊ എനിക്കാണെങ്കിൽ എല്ലാ ദിവസവും ഈ വീഡിയോ എടുക്കുമ്പോൾ മാത്രം കറാന്ന് പറഞ്ഞാൽ ഈ ക്രൂറും കേട്ടോ. അപ്പൊ ആക്ച്വലി ശബ്ദം എന്തോ മാറിയിരിക്കുന്നു എന്ന് കമന്റ് പറയുന്നത് ആക്ച്വലി ശരിയാ. ചില സമയത്ത് എനിക്ക് ഇച്ചിരി ശബ്ദം മാറുന്നുണ്ട്. അപ്പൊ എൻ്റെ പണിയല്ല ആക്ച്വലി അലപ്പം കൊണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അലക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതുമില്ല. നമ്മളിങ്ങനെ സ്റ്റോറിൽ വരുന്നവരോടൊക്കെ സംസാരിക്കണമല്ലോ. ഇനിയുള്ളത് നല്ലൊരു 695 ബെഡ്ഷീറ്റ് ആണ്. നല്ല അടിപൊളിക്ക് 695 ബെഡ്ഷീറ്റ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ സിംഗിൾ ബെഡ്ഷീറ്റോ ക്യൂൺ സൈസോ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ സൈഡിലെ ബോർഡറിന്റെ കളർ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്തൊരു മജന്ത കളറ്, പിങ്ക് എന്നും പറയാൻ പറ്റില്ല, മജന്ത എന്ന് പറയില്ല, അതിനിടയ്ക്കുള്ള ഒരു കളറാണ്. ക്യൂൺ സൈസിന്റെ റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. 2 വലിയ പില്ലോ കവേഴ്സ് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. വലിയ പില്ലോ കവേഴ്സ് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് 17x27 ഇഞ്ചസ് ആണ്. എന്നിരുന്നാലും മാഗ്നിസ്കേപ്സിന്റെ പില്ലോ കവേഴ്സ് കുറച്ചുകൂടി വലുതാണ്. ഇനിയുള്ളത് ഇത് കണ്ടോ, അടുത്ത ഷീറ്റ് നല്ല കുരുകുരാന്നുള്ള കുഞ്ഞു പൂക്കൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ അമ്മമാർക്കും ചേട്ടന്മാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞു പൂക്കളായിരിക്കണം. പക്ഷെ നല്ല പ്രകാശം ഉണ്ടായിരിക്കണം. റൂമിൽ കയറിയാൽ നല്ല വൈബായിരിക്കണം. പിള്ളേരൊക്കെ പറയത്തില്ല നല്ല വൈബായിരിക്കും എന്നൊക്കെ പറയും കേട്ടോ. ചേച്ചി നല്ല വൈബാണ് കേട്ടോ. അപ്പൊ അതൊരു സുഖമാണ് കേൾക്കാൻ കേട്ടോ. നമ്മുടെയൊക്കെ കൊള്ളാം എന്നൊക്കെ വല്ലേ നമ്മൾ പറയുന്നത്. ഇപ്പൊ പിള്ളേരൊക്കെ പറഞ്ഞ ഭയങ്കര വൈബാന്നാണ് കേട്ടോ. അപ്പൊ ഇത് സൈഡ് ബോർഡർ ഇതാണ് കേട്ടോ. നല്ല കളറാണ്. വീഡിയോ എടുക്കുന്ന ആള് ചുമ്മാ നിന്ന് ചിരിക്കുക കേട്ടോ. ചുമ്മാ വേറെ പണിയൊന്നുമില്ല, ബാക്കിയുള്ളവരെ ചിരിപ്പിക്കും. അപ്പൊ ഇത് അല്ലെങ്കിൽ ഞാനിങ്ങനെ കിരികിരി ചിരിച്ചോണ്ടിരിക്കും, നിങ്ങൾക്ക് അറിയാലോ. ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് എൻ്റെ റെഗുലർ ആയിട്ടുള്ള വ്യൂവേഴ്സിനൊക്കെ എന്നെ അറിയാം. അപ്പൊ ഇത് കണ്ടോ
സ്റ്റോറി വന്നവർക്ക് നന്നായിട്ട് അറിയാം. ഇത് കണ്ട നല്ലൊരു ഷീറ്റ്, നല്ല വൈബ് വരുന്ന ഒരു ഷീറ്റ് കേട്ടോ. ഇതും ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. റേറ്റ് വന്ന് 695 രൂപ. ക്യൂൺ സൈസിന്റെ മെഷർമെന്റ് വന്നിട്ട് 90 × 100 ഇഞ്ചസ് ആണ് ശരിക്കുള്ള മെഷർമെന്റ്. നമ്മൾ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ മാട്രസിനെയും കൂടെ നമ്മൾ കിടക്കുന്ന മെത്തയും കൂടെ ആലോചിക്കണം. അപ്പൊ അതിൻ്റെയും കൂടെ മെഷർമെന്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ചക്കിയാണൊക്കെ കയറ്റിയൊക്കെ വെക്കാനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ബെഡ്ഷീറ്റ് വാങ്ങിക്കാനേ. അല്ല, എൻ്റെ വീട്ടില് ക്യൂൺ സൈസ് പറ്റും, പക്ഷെ എൻ്റെ വീട്ടില് സിംഗിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കരുത് കേട്ടോ. സിംഗിൾ ബെഡ്ഷീറ്റ് തന്നെ വാങ്ങിക്കണം കേട്ടോ. വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ് മാഗ്നിസ്കേപ്സിന്റെ സിംഗിൾ ബെഡ്ഷീറ്റ്സ് എല്ലാം തന്നെ, ഓൾമോസ്റ്റ് എല്ലാം തന്നെ കേട്ടോ. ഇനിയുള്ളത് അടുത്ത ഷീറ്റ്. ഈ ഷീറ്റ് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഹോട്ട് സെല്ലർ ആണെന്ന് തന്നെ പറയാം കേട്ടോ. അതായത് ഡാർക്ക് കളർ ബ്ലൂ വന്നു, പിങ്ക് വന്നു, ബോർഡർ കളർ അങ്ങ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും. സൈഡ് ബോർഡർ ഈ ഒരു കളറാട്ടോ എല്ലാവർക്കും ഇഷ്ടമായി. എന്നാ പണ്ട് നമ്മുടെ വീട്ടിലില്ലേ ഗ്രാനൈറ്റ് ഒക്കെ ഉള്ള മൊസൈക്ക് ഇട്ട വീടില്ലേ, ഗ്രാനൈറ്റ് അല്ല, മൊസൈക്ക് ഇട്ട വീടിന്റെ അതുപോലെ കിടക്കുന്നില്ലേ. പക്ഷെ മൊസൈക്ക് ഇച്ചിരി ഡാർക്ക് കളറും ഇതിങ്ങനെ പൊങ്ങി കിടക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇരിക്കുന്നു. പണ്ടത്തെ വീട് ഇപ്പൊ അങ്ങനെ. പക്ഷെ ആ മൊസൈക്ക് ഒക്കെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാന്നേ, നല്ല രസമാട്ടോ. അത് കാണാൻ തന്നെ ഒരു നല്ലൊരു ചന്തമായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള നല്ല രസമായിരുന്നു കേട്ടോ. അപ്പൊ ഇതും ഞാൻ കാണിച്ചത് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ കിങ് സൈസ് ആണ് കേട്ടോ. അതായത് നല്ലൊരു പ്രിന്റ്. ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തു, ഇത് കണ്ടോ നല്ലൊരു എന്താ പറയുക, ദീപാവലി ആകുമ്പോൾ ഇത് കൊടുത്ത അടിപൊളിയായിരിക്കും എന്നാ ഞാൻ സത്യം പറഞ്ഞത്. ഇത് കണ്ടോ ദീപങ്ങളൊക്കെ കൊളുത്തി, അല്ല പക്ഷെ ഈ ദീപാവലിക്ക് അല്ലാതെ ഇടാം കേട്ടോ. നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസവും പ്രകാശം ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം വീട്ടിലെ സന്ധ്യയൊക്കെ ആകുമ്പോൾ നമ്മൾ വിളക്കൊക്കെ കൊത്തും. പിന്നെ ഞങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്, ഞാൻ ചെയ്ത തിരിയാട്ടോ, വിളക്കല്ല, തിരിയൊക്കെ എന്താ പറയുക കത്തിക്കും. അപ്പൊ അതുപോലെയൊക്കെ ഉള്ള നല്ലൊരു ഇത് എന്നാന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് എനർജി എല്ലാം പോയി ഭയങ്കര പോസിറ്റീവ് എനർജിയൊക്കെ വരാനാന്നാ പറയുന്നത്. പക്ഷെ എന്തായാലും ഞാൻ കണ്ടുപിടിച്ചത് വൈകുന്നേരങ്ങളിൽ സന്ധ്യയിൽ ഒരു തിരിയൊക്കെ കത്തിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കേട്ടോ. പിന്നെ ഹോസ്റ്റലൊക്കെ നിന്ന സമയത്താണെങ്കിൽ ഫുള്ള് നമ്മുടെ ആൾത്താരെ ഫുള്ള് തിരി കത്തിച്ചാണ് സിസ്റ്റേഴ്സ് ഇട്ടിരുന്നത്. അപ്പൊ ആൾത്താര് അന്നൊക്കെ ഇല്ലേ അത് അയ്യോ ഇനി ഫുള്ള് പ്രാർത്ഥിക്കണമല്ലോ എന്നുള്ളൊരു വിഷമത്തിലായിരിക്കും നമ്മളിരിക്കുന്നത്. പക്ഷെ അതൊക്കെ അന്ന് നമ്മളത് പഠിച്ചതുകൊണ്ടുണ്ടല്ലോ, നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഹോസ്റ്റലൊക്കെ വിടുമ്പോഴില്ലേ, ഈ അങ്ങനെയുള്ള കോൺവെന്റ് സ്കൂളിലൊക്കെ പോകുമ്പോഴില്ലേ, അപ്പോൾ അവർക്കൊരു ഇതായിരിക്കും, അയ്യോ മടിയായിരിക്കും. പക്ഷെ പിന്നീട് അത് ആലോചിക്കുമ്പോഴില്ലേ എൻ്റെ മേലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പൊങ്ങി വരുക, ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഫുള്ള് ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് മുട്ടയിൽ നിന്ന് വലിയ പ്രാർത്ഥനയാ. അന്ന് എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്കൊന്നും അറിയത്തില്ല. മിക്കവാറും അയ്യോ ഫിസിക്സിന് 0 കിട്ടല്ലേ എന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത് കേട്ടോ. എൻ്റെ പ്രാർത്ഥനയിൽ ഒന്നായിരുന്നു അത് കേട്ടോ. 0 കിട്ടിയാൽ എന്തായാലും മുട്ടയിൽ നിൽക്കണമായിരുന്നു. അതുകൊണ്ട് 0 മാത്രം കിട്ടരുത്. ബാക്കി ഏത് മാർക്കാണെങ്കിലും 10 താഴെ ആണെങ്കിൽ എഴുന്നേറ്റ് നിന്നാൽ മതിയെ. 0 കിട്ടി എന്തായാലും മുട്ടയിൽ നിൽക്കണം. അങ്ങനെ 0 കിട്ടുന്ന കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഒരാള് നമ്മളൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഇത് കണ്ടോ, അങ്ങനെ ഈ 0 കിട്ടിയാലും നമ്മുടെ ലാസ്റ്റില് നന്നായിട്ട് നമ്മൾ പഠിക്കും. ഇത് കണ്ടോ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണേ. പക്ഷെ 0-ലൊന്നും കാര്യമില്ല മക്കളെ, നന്നായിട്ട് നമ്മുടെ ലൈഫ് നന്നായിട്ട് നോക്കണം കേട്ടോ. ഇത് അടുത്ത കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 1000 രൂപീസിന് താഴെയാണ്. മാഗ്നിസ്കേപ്സിന്റെ കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. വില്ല നമ്പർ 795 നോക്കി വന്നാൽ മതി, ഇവിടെ എത്തും. പിന്നെ അപ്പം നമ്മുടെ പിയാൻ പാർക്കിൽ പാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മതി. ബാക്കി കാര്യം എല്ലാം നമ്മൾ നോക്കിയോളാം. വെബ്സൈറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കുറച്ച് സന്തോഷമൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. താങ്ക്